ഇന്ന് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് ഒരു രണ്ടാം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു പ്രതീതിയാണ്. എനിക്കും സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസം. കാരണം കഴിഞ്ഞ ഏകദേശം 35 ദിവസത്തോളമായി നമ്മുടെ ഈ ഭാരതത്തിലെ യുവ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ അവരുടെ അവകാശത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ഡൽഹിയിലെ ജന്തർ മന്ദർ ഉപവാസ സമരവും അല്ലാതെ അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അതിനുത്തരവാദികളായിട്ടുള്ള, അതായത് അതിലേക്ക് അവരെ വലിച്ചിഴച്ച് ഏകാധിപതികളെപ്പോലെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ ഇന്ത്യയെ വിഘടിപ്പിച്ച് മതത്തിൻ്റെയും ജാതിയുടെ പേരിലും തമ്മിലടിപ്പിച്ച് ഇന്ത്യയെ നശിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടം യാതൊന്നിനും മുന്നിൽ കീഴടങ്ങില്ല എന്നുള്ള ഹുങ്കോടുകൂടെ, ധാർഷ്ട്യത്തോടുകൂടെ ഒരു ഏകാധിപത്യ ഭരണകൂടവും ഏകാധിപത്യ ഭരണാധികാരി ഈ യുവജനതയുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ മുട്ടുകുത്തുവാനായിട്ട് ഇടയായി. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജനാധിപത്യം നശിച്ചു, ഇന്ത്യ ഒരു ഏകാധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നുവെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന സംഭവമാണ്. ഈ ഭാരതത്തിലെ യുവജനത ഒന്നിച്ച് അണിനിരന്ന ഐക്യത്തോടെ മുന്നേറിയ ഏത് വർഗീയ ഏകാധിപതികളും മുട്ടുകുത്തുമെന്ന് ഉള്ളതിന് ഒരു ഉറപ്പാണ് ഈ യുവാക്കൾ, അതായത് പാറ്റക്കൂട്ടങ്ങളായിട്ടുള്ള യുവാക്കൾ നേടിയെടുത്ത ഈ വലിയ വിജയമെന്ന് പറയും. നമ്മുടെ കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷയാണ് നീറ്റ്. ആ നീറ്റ് പരീക്ഷ പോലും ശരിക്ക് നടത്തുവാൻ കഴിവില്ലാത്ത മന്ത്രി ധർമ്മപ്രധാൻ ഒരിക്കലല്ല 2024 ഇതുപോലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി. 2026 അത് ആവർത്തിച്ച് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായ 23 പേർ അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നുവെന്ന് ചിന്തിച്ചു. കാരണം വളരെ മാസങ്ങളായി, വർഷങ്ങളായി വലിയ പ്രതീക്ഷയോടുകൂടെ പണമെല്ലാം ചിലവഴിച്ച് ശീലനത്തിനൊക്കെ പോയി നീറ്റ് പരീക്ഷ എഴുതി പ്രതീക്ഷയോടെ കൂടെ ഉന്നത റാങ്ക് ലഭിക്കുമെന്ന് കാത്തിരുന്ന, നല്ലൊരു ശുഭഭാവി സ്വപ്നം കണ്ടിരുന്ന കുട്ടികളുടെ ഭാവിയാണ് ഈ ഭരണകൂടത്തിൻ്റെ കഴിവില്ലായ്മ, നെറികേട് തകർത്തെറിയുവാനായിട്ട് ഇടയായി. ആശകളെല്ലാം നഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ച ആ പ്രിയ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത് അവരുടെ ജീവിതത്തെ അവസാനം. അപ്പോൾ അതിന് ഒരു നീതിക്ക് വേണ്ടി ഇങ്ങനെ സുതാര്യമായിട്ട് നീറ്റ് പരീക്ഷ നന്നായിട്ട് നടത്തണം, അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത നമ്മുടെ പാറ്റക്കൂട്ടങ്ങൾ, അവരെ പാറ്റക്കൂട്ടങ്ങളാക്കിയതാണ്. അതാണ് അതിലും രസം. എല്ലായിടത്തും നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവസാന അത്താണിയായിട്ട് മനുഷ്യന് താങ്ങായി നീതി നൽകേണ്ട നമ്മുടെ പരമോന്നത നീതിപീഠമായ സാക്ഷാൽ സുപ്രീം കോടതിയിലെ പരമോന്നത ന്യായാധിപനായിട്ടുള്ള ചീഫ് ജസ്റ്റിസാണ് ഇന്നത്തെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭരണാധികാരികളുടെ കഴിവില്ലായ്മ കൊണ്ട്, നെറികേട് കൊണ്ട്, ജോലിയില്ലാതെ, തൊഴിലൊന്നുമില്ലാത്ത അനുഭവത്തിൽ ആയിത്തീർന്ന നമ്മുടെ യുവജനതയെ വിളിച്ച പേരാണ് പാറ്റക്കൂട്ടം. തീർച്ചയായിട്ടും ഈ പാറ്റക്കൂട്ടങ്ങളുടെ മുന്നിൽ പ്രവർത്തിച്ചത് അദ്ദേഹമാണെന്ന് നമുക്ക് സംശയമന്യേ പറയുവാനായിട്ട് കഴിയും. എന്തായാലും എല്ലാം നല്ലതിനാണ്. ഭാരതത്തെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ തമ്മിലടിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു ഇരുണ്ട യുഗത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്ന വർഗീയ അന്ധത ബാധിച്ച ഭരണാധികാരികളുടെ ഈ ദുർഭരണത്തിന് ഒരു അന്ത്യം കുറിക്കുന്നതിൻ്റെ
ഒരു കാഹളമായി ഈ പാറ്റക്കൂട്ടങ്ങളുടെ സമരത്തിൻ്റെ അവർക്ക് ലഭിച്ച ആ വിജയം തീർച്ചയായിട്ടും ഇതൊരു സുപ്രഭാതത്തിൻ്റെ കാഹള മുഴങ്ങലായി. ഈ പാറ്റക്കൂട്ടങ്ങളെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ അഭിമാനം തോന്നും. അഭിനന്ദനങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അറിയിച്ചുകൊണ്ട്, ഒരു ഏകാധിപതികൾക്ക് നിലനിൽപ്പില്ല. അവർക്ക് ഒരു സമയമുണ്ട് അവരുടെ നാശത്തിന്. കാരണം ഇതിനേക്കാളും ഇവിടുത്തെ 55 ഇഞ്ച് ഏകാധിപതിയെക്കാളും ശക്തരായിട്ടുള്ള ഹിറ്റ്ലർ, മുസോളിനി പോലുള്ള ഫാസിസ്റ്റ് ഏകാധിപതികൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ലക്ഷങ്ങളെ അവരുടെ ഐഡിയോളജിക്ക് എതിരായിട്ട് നന്മയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന അനേകർ അവരുടെ എതിരാളികളെല്ലാം നിഷ്കരണം കൊന്നറിഞ്ഞു. ഏകാധിപതികൾ അവരുടെ അന്ത്യം എന്തായിരുന്നു? തീർച്ചയായും എല്ലാ ഏകാധിപതികൾക്കും ഒരു അന്ത്യമുണ്ട്. ഭാരതത്തിൽ തീർച്ചയായിട്ടും ഏകാധിപത്യ ഭരണത്തിൻ്റെ അന്ത്യമുണ്ടാകുമെന്ന്, ജനാധിപത്യം നശിച്ചിട്ടില്ല, ഇനിയും ജനാധിപത്യം ഭാരതത്തിൽ പുലരുമെന്ന് ഒരു പ്രതീക്ഷ നൽകിയ ഒരു ചരിത്ര വിജയമാണ് ഇന്ന് CJP എന്ന ആ പാറ്റക്കൂട്ടങ്ങളുടെ സമരത്തിന്, അവരുടെ ആവശ്യത്തിന് മുമ്പിൽ സ്വേച്ഛാധിപത്യ ഭരണകൂടം മുട്ടുകുത്തുവാനായിട്ട് ഇടയായി തീർന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സമരത്തിൽ പങ്കെടുത്ത ഒത്തിരി നമ്മുടെ യുവ സഹോദരങ്ങൾ അടികൊണ്ട് അവരുടെ കൈകാലുകൾ അടിച്ചു മുറിച്ചു, ലാത്തിയുടെ അറ്റത്ത് ആണികൾ ഘടിപ്പിച്ച് അവരെ നിഷ്കരണം അടിച്ച് ഒതുക്കി ഈ സമരത്തെ എല്ലാം തകർക്കുവാനായിട്ട് ശ്രമിച്ചിട്ട് അവരുടെ ആ ഒടിഞ്ഞ കൈയും മുറിവേറ്റ ആ ശരീരങ്ങളുമായി അവർ നിശ്ചയദാർഢ്യത്തോടുകൂടെ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പോരാ. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും അവരുടെ പിന്നിൽ അണിനിരന്നും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു വിജയമാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമാണ് ഇന്ന് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഒരിക്കൽ കൂടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജനാധിപത്യം ശക്തിപ്പെടുന്നു, നന്മയുടെ സുപ്രഭാതം ഭാരതത്തിൽ പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.